ലോകേല അവളെ പോലോ കല്യാണി പ്രിയദർശനാണോ? ഫ്ലവേഴ്സ് എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഈ തവണത്തെ ഓഫീസ് ഓണത്തിന് വെറൈറ്റി ഒന്നും പിടിക്കാതെ തന്നെ ജസ്റ്റ് സാധാ ഒരു മുല്ലപ്പൂ മാത്രമേ വയ്ക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം മുല്ലപ്പൂ വാങ്ങുന്ന ഒരു കടയുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് ഈ തവണയും പൂ വാങ്ങിച്ചത്. എന്നിട്ട് നമ്മൾ നേരെ ഷോപ്പിലേക്ക് പോയി റെഡി. ഇതാണ് എൻ്റെ മാസ്മരികമായ ചേഞ്ചിന് മുമ്പുള്ള കോലം. ഇതൊന്ന് നോക്കി വെച്ച് ഈ തവണ വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് ലെൻസ് വെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത്. കോആക്സിഡൻ്റലി കല്യാണി പ്രിയദർശൻ ലോക മൂവിയിലെ ഒരു സീനിൽ വൈറ്റ് ഡ്രസ്സ് ഇട്ട പോലെ തന്നെയാണ് ഞാൻ വൈറ്റ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ലോക മൂവി കാണുന്നതിൻ്റെ തലേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ് ഇത്. പക്ഷേ ഇതെല്ലാം കോആക്സിഡൻ്റ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാം റെഡിയായി ഇവിടം വരെ നിന്ന സമയത്താണ് അറിയുന്നത് കണ്ണെഴുതിയില്ല ഗൈസ്. മസ്കാര മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കുറച്ചേരം നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കടയിൽ കുട്ടി നമുക്ക് ഐലൈനർ കൊണ്ടുത്തരും. എന്നിട്ട് നമ്മൾ ഐലൈനർ ഇട്ടിട്ട് നമ്മൾ ഓണാഘോഷത്തിന് പോകാൻ പോവുകയാണ്. പക്ഷെ ഭംഗിയില്ലേ കണ്ണെഴുതാണ്ടും? ലൈറ്റ് ആയിട്ടെങ്കിലും എനിക്കൊന്ന് കണ്ണെഴുതണം. കണ്ണെഴുതുന്നതിലാണ് എൻ്റെ കോൺഫിഡൻസ് എല്ലാം ഇരിക്കുന്നത്. സോ കണ്ണെഴുതാണ്ട് ഞാൻ എവിടെയും പോകാറില്ല. ലോകേല അവളെ പോലോ കല്യാണി പ്രിയദർശനാണോ? പക്ഷെ കണ്ണ് എഴുതി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കണ്ണ് എഴുതാത്തായിരുന്നു കുറച്ചും കൂടി ഭംഗി എന്ന്. പക്ഷെ അതിലായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. അതുകൊണ്ട് ഞാൻ എഴുതി. പിന്നെ നമ്മൾ നേരെ വിട്ടത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്ലേസ് വളയഞ്ചിറങ്ങരയിലെ അക്വഡേറ്റ് ആണ് കേട്ടോ. ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും വളയഞ്ചിറങ്ങരയിലുള്ള ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും വന്ന് ഫോട്ടോ എടുക്കുന്ന ഞങ്ങളുടെ സ്വന്തം അക്വഡേറ്റ് ആണിത്. എല്ലാ പെൺപിള്ളേരെ പോലെ തന്നെ ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് ഒരു രസമല്ലേ ഗൈസ്? അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇവിടെ എടുക്കുകയാണ്. ഇത്തവണത്തെ സ്റ്റൈലിംഗ് ഫുള്ളും ഞാൻ തന്നെയായിരുന്നു. എൻ്റെ ഡ്രസ്സും എൻ്റെ ഹെയർ സ്റ്റൈലും എല്ലാം ഞാൻ തന്നെ ചൂസ് ചെയ്തതാണ്. നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് എക്സ്റ്റൻഷനാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കേൾസും കൊടുത്തു. മുല്ലപ്പൂ മാത്രമാണ് ഈ തവണ വെച്ചിട്ടുണ്ടായിരുന്നത്. അതും ജസ്റ്റ് ഒന്ന് പരത്തി ഫുൾ പിൻ ചെയ്ത് വെച്ചു. ഫുൾ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന ഒരു സാരിയാണ് ഈ തവണ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇതൊരു സാരി അല്ല, ഇതൊരു 5.5 മീറ്റർ ലെങ്ത് വരുന്നിട്ടുള്ള ഒരു ക്ലോത്ത് മെറ്റീരിയലാണ്. അതിനകത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരു സാരി പോലെ ആക്കിയതാണ്. പിന്നെ അതിന് കൂടി പെയർ ചെയ്തത് ഒരു ഗ്രീൻ കളറ് ബുട്ടാസ് വരുന്ന, ബുട്ടാസ് അല്ല, ചെറിയൊരു ഡോട്ട് മാർക്ക് വരുന്ന ഒരു പച്ച കളറുള്ള ഒരു ബ്ലൗസാണ്. അത് സ്ലീവ്ലെസ് ബ്ലൗസ് ആയിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു ഇൻവിസിബിൾ ചെയിൻ ആൻഡ് ചെറിയൊരു ജുംകാസും പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കാശിൻ്റെ ഒരു വളയും കൂടെ വെച്ചിട്ട് 2 കയ്യിലും ഒരേപോലത്തെ വളയും കൂടി വെച്ചിട്ടാണ് ഞാൻ ടോട്ടൽ കംപ്ലീറ്റ് ലുക്ക് ഫിഗർ ഔട്ട് ചെയ്തത്. വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറയുമ്പോൾ തന്നെ പാട്ട് പാടി ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോസാണ്, ഒരു ഷോർട്ടാണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദിസ് ഈസ് ഹൗ ഐ ടേക്ക് മൈ റീൽസ്. തിരിച്ചു പോകുന്ന വഴിയിലാണ് കുറച്ചും കൂടെ നല്ലൊരു പ്ലേസ് ഉള്ളത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. എൻ്റെ ഒരു സ്ഥിരം സംഭവമാണ് ഇത്. വീഡിയോസ് എല്ലാം എടുത്ത് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ നേരെ നമ്മൾ ഓഫീസിലേക്ക് പോയി. ഇത്തിരി ലേറ്റ് ആയി, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എൻ്റെ ഡാൻസ് ഇപ്പോൾ ഒരു മസ്തിങ് ആണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്നത് ഗൈസ്. സോ എൻ്റെ ഒരു സിംഗിൾ ഡാൻസും ഒരു ഗ്രൂപ്പ് ഡാൻസും പിന്നെ കസേരകൾക്ക് സെക്കൻഡും ഉണ്ടായിരുന്നു. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടുള്ള കോലമാണ് ഇത്.
പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടും മേക്കപ്പ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ലുക്ക് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.